Hello guys, welcome back to our channel, Island Malu Life. ഇതിന് മുന്നേ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഒട്ടനവധി മെയിലുകൾ വന്നു എല്ലാവർക്കും. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു CVയും ഏജൻസി ഡീറ്റെയിൽസും ഒക്കെ അയക്കാമെന്ന്. ആദ്യമേ തന്നെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തവർക്ക് കുറേ പേർക്കൊക്കെ ഞാൻ മെയിൽ റിപ്ലൈ ചെയ്തു. ബാക്കിയുള്ളവർക്ക് കൂടെ മെയിൽ തിരിച്ചയക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വെച്ചു. ഒരുപാട് എൻക്വയറി വന്നതുകൊണ്ട് ഞാൻ കരുതി ഒരു വീഡിയോ കൂടെ അതിൻ്റെ ഒരു മറുപടി എന്ന പോലെ ഒരു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ആദ്യ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ആദ്യമേ തന്നെ ഞാൻ എല്ലാവർക്കും CV ചോദിച്ചു, മെയിൽ അയച്ചു. ഞാൻ എൻ്റെ CV ആണ് അയച്ചത്. അതിനകത്ത് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്ത് ഒരു റെഫറൻസ് എന്ന പോലെ ആ CV നിങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നു. എന്താ വെച്ചാൽ 2 വർഷം മുന്നേ ഞാൻ തയ്യാറാക്കിയ അന്നേരത്തെ ക്രൈറ്റീരിയകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു CV ആയിരുന്നു. അത് മാറ്റം വന്നു, കാലം മാറി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ CV ചെയ്യുമ്പോഴത്തേക്കും അത്തരം അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുന്നു. 2 ഏജൻസികളുടെ കുറേ ഡീറ്റെയിൽസുകൾ, കുറേ ഏറെ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ മുന്നത്തെ കാലം തന്നെയാണ് ഓർമ്മ വരുന്നത്. എല്ലാവർക്കും നിങ്ങളുടെ ആശങ്കകളാണ്, നിങ്ങളുടെ ഈ ക്വസ്റ്റ്യനായിട്ട് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ സജ്ജമായിരിക്കുക. NMBA രജിസ്ട്രേഷൻ ചെയ്ത്, OET എഴുതി NMBA രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ CV ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുക. ഈ റെഡി ആകുന്ന ഈ വഴികളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്, ഇനി സംസാരിക്കാൻ പോകുന്നത്. കുറേ പേര് ചോദിച്ചു, സ്പൗസ് വിസയിൽ വരുന്നതാണോ നല്ലത്, അല്ല ഏജൻസി വഴി വരുന്നതാണോ നല്ലത്? പക്ഷേ ഏജൻസി വഴി വരുന്നതായിരുന്നു നല്ലത്. പക്ഷേ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഒരു തരത്തിലുള്ള ഇൻ്റർവ്യൂ ഒന്നും HSC നടക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സ്പൗസ് വിസയിൽ വരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്പൗസ് വിസയിൽ കയറി വന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് RCSയും ബാക്കി പ്രോസസ്സിങ്ങും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓൾറെഡി നിങ്ങൾ ഇവിടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി കിട്ടുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളും മറ്റുള്ളവരുടെ അടുത്തും കൂടെ അഭിപ്രായങ്ങൾ എടുക്കുക. ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ വേറെ സാഹചര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ സ്പൗസ് വിസ നിങ്ങൾക്ക് മുന്നേ ഒരു എൻട്രി ആയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് കയറി വന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുക. പിന്നെ വരുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യാം. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വിസിറ്റ് വിസയിൽ വന്ന് എഴുതാൻ കഴിയുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും എഴുതാൻ കഴിയുമെന്നുള്ളതാണ് മറുപടി. അതായത് നമുക്ക് വിസിറ്റ് വിസയുടെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ വിസിറ്റ് വിസയിൽ നിങ്ങൾക്ക് ഇവിടെ സ്പോൺസർ ചെയ്യാൻ ഒരാൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിസിറ്റ് വിസയിൽ വന്ന് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഇവിടെ നിന്ന് എഴുതാം. അതുപോലെ തന്നെ NMBA പ്രോസസ്സിങ്ങിനെ പറ്റി പറയുമോ എന്ന് ചോദിച്ച് വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊരു വലിയ മീൻസ് അത് തനതായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് NMBA തന്നെ ഒരു നീണ്ടൊരു പ്രോസസ്സിങ് ആണ്. അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വേറൊന്നുമല്ല, ഞാൻ ചെയ്ത രീതി എങ്ങനെയാണ്, അപ്പോൾ എനിക്ക് വന്ന മെയിലുകൾ, ക്വയറികൾ എന്തൊക്കെയാണ്, ഞാൻ അതിനകത്ത് എന്തൊക്കെ മറുപടിയാണ് കൊടുത്തത്, ഏത് രീതിയിലാണ് സബ്മിറ്റ് ചെയ്തത്, അതിനെന്നെ സഹായിച്ച ഏജൻസി ഏതാണ്, അത്തരത്തിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് NMBA രജിസ്ട്രേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ പറ്റി കുറച്ച് പേര് മെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതും ഈ പറഞ്ഞ പോലെ മറ്റൊരു വലിയൊരു ഏരിയയാണ്. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ നമ്മൾ ചെറിയ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DL കിട്ടിയിട്ട് ഇവിടെ ഒരു ക്രിട്ടിക്കൽ സ്കിൽ, ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നതിന് മുന്നേ DL പിൻ നമ്പർ, നമ്മുടെ NMBA പിൻ നമ്പർ ലഭിക്കണമെങ്കിൽ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്
പാസ്സാവേണ്ടതുണ്ട്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 2 ദിവസങ്ങളിൽ നടക്കുന്ന ഒരു പരീക്ഷയാണ്. ഒന്നാമത്തെ ദിവസം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനകത്ത് കുറച്ച് ചോദ്യങ്ങളുണ്ടാവും. അതിനകത്ത് 50% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാക്ടിക്കൽ ഓസ്കി പരീക്ഷയിലോട്ട് എലിജിബിൾ ആവുകയുള്ളൂ, അപ്പിയർ ചെയ്യാൻ എലിജിബിൾ ആവുകയുള്ളൂ. അപ്പോൾ ഈ പരീക്ഷ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറയും. എല്ലാവരും പാസ്സാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് പൊതുവെ RCSI ചോദിച്ചിട്ടുള്ളത്. അന്നേ ദിവസം തന്നെ നമ്മളുടെ ഗ്ലാസ്ഗോ സ്കോമ സ്കെയിലും ഐസ്ബാറുമായിട്ട് ബന്ധപ്പെടുത്തി 2 പേപ്പർ ബേസ്ഡ് 2 ചോദ്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് 50% പാസ് മാർക്കോടുകൂടി പാസ്സായി നമ്മൾ രണ്ടാമത്തെ പ്രാക്ടിക്കൽ എക്സാമിന് പോകേണ്ടതുണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ അതിനകത്ത് 34-36 സ്റ്റേഷനുകളുണ്ട്. വലിയ വാസ്റ്റ് ഏരിയയാണ്. ആ സ്റ്റേഷനുകളെല്ലാം പഠിച്ച് നമ്മൾ റെഡിയായി നമ്മൾ പരീക്ഷയ്ക്ക് പോകണം. പരീക്ഷാ ദിവസം നമുക്ക് 14 സ്റ്റേഷനുകൾ അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. ആദ്യം 7 സ്റ്റേഷനുകൾ, അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത 7 സ്റ്റേഷനുകൾ. അപ്പോൾ ഈ 14 സ്റ്റേഷനുകളും പാസ്സായാൽ മാത്രമേ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. പറ്റുകയാണെങ്കിൽ നമുക്ക് ഓരോ സ്റ്റേഷനെ പറ്റിയും ചെറിയൊരു വീഡിയോകളായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. RCSIയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, RCSI പരീക്ഷയുടെ അന്ന്, അതായത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിർബന്ധമായും നമ്മുടെ പാസ്പോർട്ട് കൈവശം കരുതിയിരിക്കണം. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജ് ഉൾപ്പെടുത്തി ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. പിന്നെ പറയാനുള്ളത്, ഒരു ബോട്ടിൽ വെള്ളം അന്ന് കൊണ്ടുപോകണം. ഇടയ്ക്ക് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒരു ബോട്ടിൽ നമ്മുടെ കയ്യിൽ വെച്ചേക്കാനുള്ള അനുമതിയുണ്ട്. പിന്നെ നമുക്ക് യൂണിഫോം, പ്രാക്ടിക്കൽ എക്സാമിൻ്റെ അന്ന് യൂണിഫോം, നഴ്സസ് യൂണിഫോം അല്ലെങ്കിൽ സ്ക്രബ്സ് നമുക്ക് ഉപയോഗിക്കാം. ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ICU അതുപോലെ തന്നെ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ക്രബ് യൂണിഫോമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ തണുപ്പ് ആയിരിക്കും ഏറെക്കുറെ. അപ്പോൾ ജാക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ കരുതണം. നമ്മുടെ തിയറി എക്സാമിൻ്റെ ദിവസം നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരു ക്യാബിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ജാക്കറ്റ് വല്ലതും കരുതണമെന്നുണ്ടെങ്കിൽ അതും കരുതണം. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളൊരു അക്കാഡമി അല്ലെങ്കിൽ ഒരു RCSI പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഏജൻസിയോ ക്ലാസ്സുകളോ എടുക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു അക്കാഡമിയും കൂടെ ഇതിനകത്ത് പരിചയപ്പെടുത്താം. ഇപ്പം അയർലൻഡിലുള്ള തന്നെ ബസീലിയൻ അക്കാഡമി ഇൻ്റർനാഷണലെ എന്ന് പറഞ്ഞൊരു ഏജൻസി ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അവരൊരൊറ്റ പേയ്മെൻറ്റിൽ അവർ NMBA ചെയ്യും. NMBA കഴിഞ്ഞിട്ട് അവർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ എടുക്കും. ഇപ്പം നാട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നാട്ടിലൊരു ഏജൻസിയിൽ നമ്മൾ NMBAക്ക് വേണ്ടി ഒരു ഏജൻസിയിൽ പോകും. ഞാനും ഇപ്പം അങ്ങനെയാണ് വന്നത്. അവിടെ കാശ് കൊടുക്കും, അവരുടെ ഏജൻസി പരിപാടി NMBA DL കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർ വേണ്ടിയിട്ട് ബന്ധമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ സമയമാകുമ്പോൾ ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു ക്ലാസ്സിന് പോകും, അവിടെ കാശ് കൊടുത്ത് അവിടെ പഠിക്കും. അപ്പോൾ ഈ ഏജൻസിയിൽ ഞാനിപ്പോൾ നിങ്ങളിവിടെ പറയാൻ കാരണം, എനിക്ക് അതിനകത്തൊരു ബ്യൂട്ടി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അവർ NMBA ചെയ്യും. NMBA ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള പബ്ലിക് സർവീസ് കാർഡിന് എടുക്കാൻ വേണ്ട അസിസ്റ്റൻസ് ചെയ്യും, ഗാഡ കാർഡിനുള്ള അസിസ്റ്റൻസ് ചെയ്യും, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള അവർ അസിസ്റ്റൻസ് ചെയ്യും. അതിനെല്ലാം പുറമെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ സെഷൻസ് അവർ പഠിപ്പിച്ചും കൂടെ കൊടുക്കും. അപ്പോൾ അത് ആ ഏജൻസി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഞാൻ ഇതിനു മുന്നേയും ചോദിച്ചവർക്കെല്ലാം ഇതേപോലെ അക്കാഡമികളുടെ ഏജൻസികളുടെ ഡീറ്റെയിൽസ് ഒരുമിച്ചാണ് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് റിക്രൂട്ട്മെൻ്റാണ്. എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ വലിയ ആശങ്ക, എല്ലാവരുടെയും വിഷമം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല, ഇൻ്റർവ്യൂ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വീഡിയോ ചെയ്തതിന് ശേഷം ഞാനും പറഞ്ഞു എൻ്റെ വീഡിയോയിൽ, റിക്രൂട്ട്മെൻറ്റ് ബാൻ മാറി, റിക്രൂട്ട്മെൻറ്റ് ഫ്രീസായിരുന്നത് ജൂലൈ 15-ന്
അത് ഫ്രീസ് മാറി ഇനി മുതൽ ഒരുപാട് ഇൻ്റർവ്യൂ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞ ഫ്രീസ് തുടങ്ങിയത്, റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കിയതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മുതൽ ഈ ജൂലൈ 15 വരെ ഫ്രീസായിരുന്നു. ഫ്രീസ് മാറി റിക്രൂട്ട്മെൻറ്റ് ഇനി മുതൽ നടക്കും എന്നുള്ള അനൗൺസ്മെൻ്റൊക്കെ വന്നു. എന്നിരുന്നാലും നിലവിൽ ഒരു ഇൻ്റർവ്യൂകളും നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആശുപത്രികൾ എത്ര വേക്കൻസി ഉണ്ട് എന്നോ ഒരു ആശുപത്രിയിൽ എത്ര സ്റ്റാഫിനെ വേണമെന്നുള്ള രീതിയിലുള്ള ഒരു കണക്കുകളും ഇപ്പോൾ ഗവൺമെൻറ്റിൽ എത്തിയിട്ടില്ല. അപ്പം ഗവൺമെൻറ് എത്ര വേക്കൻസി, എത്ര ആൾക്കാരെ പുതുതായിട്ട് എടുക്കണം എന്നുള്ളൊരു ഓർഡറും ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ സമീപിക്കുന്ന എല്ലാ ഏജൻസികളും ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് ഇല്ല എന്ന് പറയുന്നത്. അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം എന്ന് പറഞ്ഞാൽ HSCനകത്ത് ഒരു 7ഓളം ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് ആണുള്ളത്. അതായത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ അയർലൻഡ് ഈസ്റ്റ് ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, ഡബ്ലിന് തന്നെ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് നോർത്ത് ഈസ്റ്റ് RCSI ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, ഡബ്ലിൻ മിഡ്ലാൻഡ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, ചൈൽഡ് കെയർ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസ്, സയോട്ട ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ്, അതായത് നമ്മുടെ ഗാൽവേ, സ്ലൈഗോ, ഡൊണഗൽ, റോസ്കോമൺ എന്നിവിടങ്ങളിലൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഈ 7ഓളം ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസുകൾ ചേർന്നതാണ് HSC എന്ന് പറയുന്നതും. ഈ HSC റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഇവിടെയുള്ള ഹോസ്പിറ്റലിലോട്ടാണ്. ഇത് ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇപ്പം നിങ്ങൾക്കൊരു ആശുപത്രിയിൽ ഇൻ്റർവ്യൂ കിട്ടി നിങ്ങൾ വരുമല്ലോ, അപ്പോൾ നിങ്ങളുടെ ആശുപത്രി ഏത് ഗ്രൂപ്പ് ഹോസ്പിറ്റലിൻ്റെ അണ്ടറിലാണെന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ഇതിന് വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേരെടുത്ത് സംസാരിച്ചതും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞതും HR-ൻ്റെ അടുത്ത് സംസാരിച്ചതും എല്ലാം കൂടെ എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ് അത്തരത്തിലൊരു കണക്കെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ ഒരു ആശുപത്രിയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 വാർഡുള്ള ഒരു ആശുപത്രി, ഒരു വാർഡ് 1, വാർഡ് 2, വാർഡ് 3, വാർഡ് 4, വാർഡ് 5 അങ്ങനെ 10 വാർഡുകളുള്ള ഒരു ആശുപത്രിയിൽ ഒരു വാർഡിലെ നേഴ്സ് മാനേജറോട് പറയുകയാണ് അവർ, നിങ്ങൾക്കിപ്പോൾ എത്ര സ്റ്റാഫുണ്ട്, എത്ര സ്റ്റാഫിൻ്റെ കുറവുണ്ട്, എത്ര സ്റ്റാഫിനെ നിങ്ങൾക്ക് കൂടുതൽ വന്നാൽ നിങ്ങളുടെ വാർഡ് സുഗമമായി പ്രവർത്തിക്കും, എത്തരത്തിലുള്ള ഒരു കണക്ക്. അപ്പോൾ ഈ നേഴ്സ് മാനേജർ അവരുടെ കണക്കെടുത്ത് വാർഡുകളിലെ മുഴുവൻ മാനേജേഴ്സും കണക്കെടുത്ത് നെക്സ്റ്റ് തലത്തിലോട്ടോ റിക്രൂട്ട്മെൻറ്റ് തലത്തിലോട്ടോ പിന്നെ ഗവൺമെൻറ് തലത്തിലോട്ടും അത്തരത്തിലുള്ള കണക്കുകൾ എത്തിയതിനു ശേഷം എന്തായാലും റിക്രൂട്ട്മെൻറ്റുകൾ പുനരാരംഭിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പം നാട്ടിലിരിക്കുന്ന നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ മിസ്ലീഡ് ചെയ്യിക്കാനോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ ഈ അറിഞ്ഞ വിവരം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഈ പുനരാരംഭിക്കും എന്നത് പറഞ്ഞത് ഇന്നോ അല്ലേ നാളെയോ എന്നുള്ള ഒരു വ്യക്തമായ ഡേറ്റ് പറയാനും സാധിക്കുന്നില്ല. എന്നിരുന്നാലും വരുന്ന ജാനുവരി ഫെബ്രുവരിയോടുകൂടി പുതിയ തരത്തിലുള്ള റിക്രൂട്ട്മെൻറ്റുകൾ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനായി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മീൻസ് പുതുതായിട്ട് വരുന്നവർ എത്രത്തോളം പ്രഷറിലാണ് നാട്ടിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അതെല്ലാം കഴിഞ്ഞ് വന്നതുകൊണ്ട് അത് എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുക. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊരു ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ സ്റ്റാഫ് ഷോർട്ടേജാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും സ്റ്റാഫ് ഷോർട്ടേജിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്കുള്ള പ്രഷർ കൂടും. ഇവിടെയും നഴ്സിംഗ് സംഘടനകളുണ്ട്. അപ്പോൾ സ്റ്റാഫ് പാറ്റേൺ ശരിയല്ല എങ്കിൽ ഈ സംഘടനകളുടെ ഇടപെടലുകൾ വരികയും അവർ ഉയർന്ന തലത്തിലോട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തുകയും അപ്പോൾ ശീതമായ ഈ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോഴും നടക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഒരു റിക്രൂട്ട്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ
ഈ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ ക്രൈറ്റീരിയകളൊക്കെ മാറാനും സാധ്യത ഉണ്ട് എന്ന് കേൾക്കുന്നു. അതായത് HSC റിക്രൂട്ട്മെൻറ്റിൽ HSCയിലോട്ട് വർക്ക് ചെയ്യാൻ വരുന്നവർക്ക് എക്സ്പീരിയൻസ് നേരത്തെ 2 വർഷം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും വരായിരുന്നു. ഞാൻ വന്നപ്പോഴത്തേക്കും വന്ന സമയത്ത് ഫ്രഷറിനും സിമ്പിളായിട്ട് HSCയിലോട്ടൊക്കെ വരായിരുന്നു. പക്ഷേ പിന്നെ ഇനിയിപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് HSCയിലോട്ട് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലോട്ട് ചിലപ്പോൾ മാറാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നിടം NABH അല്ലെങ്കിൽ JCA അക്രഡിറ്റഡ് ആയിട്ടുള്ള ആശുപത്രിയാണോ എന്നൊരു ക്രൈറ്റീരിയ വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. 250 ബെഡഡ് എബോ ആശുപത്രിയിൽ വർക്ക് ചെയ്തവരാണോ എന്ന് ചെക്ക് ചെയ്യുന്നു എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇതെല്ലാം ഒരു പേപ്പർ ആയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ഒരു തെളിവുകളായിട്ട് തരാൻ സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു സംശയം വരുന്നുണ്ട്, അപ്പോൾ 5 വർഷത്തിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇനി HSC കിട്ടുള്ളൂ, അപ്പോൾ ഇനി അയർലൻഡ് എന്നുള്ള മോഹം മറ്റുള്ളവർക്ക് അന്യം നിന്ന് പോകുമോ എന്നുള്ളൊരു ആശങ്കയും ഇതിനകത്ത് ഉണ്ടാവും. പക്ഷേ അതങ്ങനല്ല. പക്ഷേ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് കുറഞ്ഞവർക്കും ഈ നഴ്സിംഗ് ഹോമുകളിലും ഈ കമ്മ്യൂണിറ്റി സെക്ടറിലെല്ലാം ഇൻ്റർവ്യൂ നടക്കും എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാവരും ഈ കേട്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കാനോ നിങ്ങളെ വിഷമത്തിലാക്കാനോ ഒന്നുമല്ല നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം. ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് തിരിച്ചു വരും, എല്ലാവർക്കും ഇൻ്റർവ്യൂ ലഭിക്കും എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.